എന്നത്തെയും പോലെ തന്നെ ഇന്നും ബ്രഹ്മയാമത്തിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കുള്ള പ്രാർത്ഥനകളും പിന്നെ മാല കെട്ടുന്നതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഒരു സന്തോഷ വാർത്തയാണ് കേട്ടോ. ഞാനും അങ്ങനെ ഒരു കുഞ്ഞു ഫാമിലി 7K ആയി. അപ്പോൾ ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ ബ്രഹ്മയാമത്തിൽ തന്നെ എഴുന്നേറ്റു. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ ശ്രാവണ മാസത്തിലെ കർക്കിടക മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ദേവിയുടെ സ്തോത്രമാണ് ചൊല്ലിയത് കേട്ടോ. ഇന്നലെ രാവിലെ രാമായണം ഞാൻ വായിച്ചില്ല. രാമായണം പിന്നെയാണ് ഞാൻ വായിച്ചത്. വിളക്കൊക്കെ കത്തിച്ച് ആർത്തിയൊക്കെ കാണിച്ച് നമ്മൾ നമസ്കാരമൊക്കെ ചെയ്തതിന് ശേഷം ലളിത സഹസ്രനാമമാണ് വായിച്ചത്. ലളിത സഹസ്രനാമം വായിച്ചതിന് ശേഷം പിന്നെ ദേവിയുടെ കുറേ സ്തോത്രങ്ങളും അഷ്ടകവും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വായിച്ചു. അപ്പോൾ നമ്മൾ സ്തോത്രമാണ് വായിക്കേണ്ടത്. നാമാവലി വായിക്കാറില്ല. വായിച്ചാൽ ലാസ്റ്റ് ഒരു പൂ കൊണ്ട് ദേവിയുടെ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയാണെങ്കിൽ നാമാവലി ചൊല്ലുകയാണെങ്കിൽ മാത്രം ലാസ്റ്റ് വരികയാകുമ്പോഴത്തേക്ക് പൂക്കൾ കൊണ്ട് പാദത്തിൽ ഭഗവാന്റെ ഏത് ഭഗവാന്റെയാണോ അല്ലെ ഏത് ദേവിയുടെയാണോ നാമാവലി ചൊല്ലുന്നത് ആ ദേവിയുടെ ആ ഭഗവാന്റെ പാദത്തിൽ നമ്മൾ കുറച്ച് പൂ കൊണ്ട് സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. നാമാവലി ചൊല്ലിയാൽ കേട്ടോ, സ്തോത്രം ചൊല്ലിയാൽ കുഴപ്പമില്ല. അതേപോലെ ദീപം കൊളുത്തുമ്പോൾ നമ്മൾ വലത്തെ കൈ വെച്ച് ആണല്ലോ നമ്മൾ സാധാരണ ദീപം കൊളുത്തുന്നത്. അപ്പോൾ ഇടത്തെ കൈ നമ്മൾ വലത്തെ കൈയുടെ മുകളിൽ ഇങ്ങനെ തൊട്ട് വെക്കണമെന്നാണ് പറയുന്നത്. അതായത് രണ്ട് കൈയും ഉപയോഗിക്കണം കേട്ടോ. ഞാൻ പലയിടത്തും പോകുമ്പം കണ്ടിട്ടുണ്ട് ഇങ്ങനെ വെറുതെ വലത്തെ കൈ വെച്ച് ഇങ്ങനെ നീട്ടി ഇങ്ങനെ നമ്മൾ കത്തിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അതുപോലെ തന്നെ പ്രസാദം വാങ്ങിക്കുമ്പോഴും നിവേദ്യം വാങ്ങിക്കുമ്പോഴും ചന്ദനം വാങ്ങിക്കുമ്പോഴൊക്കെ തീർത്ഥം വാങ്ങിക്കുമ്പോഴൊക്കെ നമ്മൾ രണ്ട് കൈയും ചേർത്ത് പിടിച്ചിട്ടാണ് ഇതൊക്കെ വാങ്ങിക്കേണ്ടത്. ഇനി നമുക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധിയുടെ കാര്യം പറയാം. അപ്പോൾ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഏറ്റവും പ്രധാനം ഗണപതി ഭഗവാനും ആഞ്ജനേയ സ്വാമിയുടെയും സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. അത് വെറുതെ ചൊല്ലിയാൽ പോരാ, നമ്മുടെ മനസ്സും ശുദ്ധമായിരിക്കണം, ശരീരവും ശുദ്ധമായിരിക്കണം. ആത്മാർത്ഥമായി ചൊല്ലിയാൽ മാത്രമേ ഇതിനെല്ലാം ഫലം കിട്ടുകയുള്ളൂ. അല്ലാതെ എത്ര പ്രാവശ്യം നമ്മൾ ചൊല്ലിയാലും നമുക്കതിന് ഫലമില്ല. അപ്പോൾ നമ്മളെല്ലാവരും പറയും എത്ര വിളിച്ചാലും ദൈവം കേൾക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ മനസ്സ് ശുദ്ധമായിരിക്കണമെന്ന് എങ്കിൽ മാത്രമേ ഈ പ്രാർത്ഥനയ്ക്കെല്ലാം ഒരു ഫലം ഉണ്ടാവുകയുള്ളൂ. സാധാരണ നമ്മൾ ഗണപതി ഭഗവാനെ പൂജിക്കാതെ ചെയ്യുന്ന ഒരു കർമ്മങ്ങളും ഒന്നും പൂർണ്ണമാകില്ല. വിഘ്നങ്ങൾ അകറ്റുന്ന അറിവിൻ്റെ ദേവനാണ് ഗണപതി ഭഗവാൻ. നമ്മൾ ഏതൊരു കാര്യം തുടങ്ങിയാലും നമ്മൾ ഗണപതിയെ സ്തുതിച്ചിട്ടേ നമ്മൾ സാധാരണ എല്ലാം ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ അതൊക്കെ ഒരു വിശ്വാസമാണ്. അപ്പോൾ എല്ലാ ഗ്രഹപ്പിഴകൾക്കും ഗണേശ ആരാധന ഉത്തമവും ഫലപ്രദവുമാണ് കേട്ടോ. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് നമുക്കറിയാവുന്ന ഗണേശ ധ്യാനങ്ങൾ, മന്ത്രങ്ങൾ, പ്രാർത്ഥനകൾ ഒക്കെ ചൊല്ലാവുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഏകാക്ഷരി മന്ത്രമുണ്ട് കേട്ടോ. ഓം ഗം നമഃ ഇതുണ്ട്. പക്ഷേ ഇത് നമ്മൾ സാധാരണ ഗുരുവിൻ്റെ ആജ്ഞകളോ അല്ലെങ്കിൽ ജ്യോത്സ്യം പറയാതെയോ അല്ലെങ്കിൽ മുതിർന്നവർ ഇതിനെപ്പറ്റി നല്ല അറിവുള്ളവർ നമുക്ക് എത്ര പ്രാവശ്യം ചൊല്ലണമെന്ന്, എപ്പോഴാണ് ചൊല്ലേണ്ടതെന്നും ഏത് രീതിയിലാണ് ചൊല്ലേണ്ടതെന്നൊക്കെ പറഞ്ഞ് തരാതെ നമ്മൾ ഏകാക്ഷരി മന്ത്രം ചൊല്ലാറ് പതിവില്ല. അങ്ങനെ ചൊല്ലിയാൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകാക്ഷരി മന്ത്രം ചൊല്ലണ്ട. അതിനു പകരം നമുക്ക് ഗണേശ ഗായത്രി ചൊല്ലാം. ഗണേശ ഗായത്രിയുണ്ട്, ശതനാമാവലിയുണ്ട്, സ്തോത്രമുണ്ട്, പിന്നെ കുറേ ഗണേശൻ്റെ ശ്ലോകങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ചൊല്ലിയാൽ മതിയാകും. അപ്പോൾ ഗണേശ ഗായത്രി ചൊല്ലുമ്പോൾ നമ്മൾ ശരീരവും മനസ്സും നല്ല ശുദ്ധിയോടെ വേണം ജപിക്കാൻ. ഈ ഗണേശ ഗായത്രി നമ്മൾ 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. അപ്പോൾ അതിന് സമയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗണേശ ഗായത്രി എന്തെന്ന് വെച്ചാൽ ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ലംബോദരായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഇത് രണ്ടും നമ്മൾ മനസ്സോടെ നല്ല ശുദ്ധിയോടെ ചൊല്ലി 108 പ്രാവശ്യം ചൊല്ലിയാൽ തീർച്ചയായും ഫലം കാണും.
അതുപോലെ തന്നെ ഇനി നമുക്ക് ആഞ്ജനേയ സ്വാമിയുടെ സ്തോത്രങ്ങളും പിന്നെ ഹനുമാൻ ചാലീസ നാമാവലി ഒക്കെ നമുക്ക് ചൊല്ലിയാലും മതി. ഇത് വ്യാഴം, ചൊവ്വ, ശനി ഇതാണ് ആഞ്ജനേയ സ്വാമിയുടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ. പിന്നെ ആഞ്ജനേയ സ്വാമിയുടെ എന്ത് നാമജപം തുടങ്ങിയാലും നമ്മൾ വ്യാഴാഴ്ച ദിവസമേ തുടങ്ങാൻ പാടുള്ളൂ. വെറ്റില സമർപ്പണം ഭഗവാന് ഏറ്റവും ഇഷ്ടമാണ്. അതായത് ശ്രീരാമൻ്റെ വിജയം സീതാദേവിയെ അറിയിപ്പിച്ചത് ആഞ്ജനേയ സ്വാമിയാണ്. അപ്പോൾ ആ സന്തോഷത്തിൽ അടുത്തുള്ള വെറ്റിലകൾ പറിച്ച് ഹാരമായിട്ട് ഹനുമാൻ സ്വാമിയെ അണിയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വെറ്റിലമാല ഏറ്റവും ഭഗവാന് പ്രധാനപ്പെട്ട വഴിപാടിലൊന്നാണ്. പിന്നെ നെയ്വിളക്ക് കത്തിക്കാം. പിന്നെ അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ മാറാൻ തുളസിമാല സമർപ്പണവും കദളിപ്പഴ നിവേദ്യവുമായിട്ട് നമുക്ക് നൽകാവുന്ന. ജോലിക്ക് വേണ്ടി നമ്മൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കേട്ടോ. നമ്മൾ ഹനുമാൻ സ്വാമി അമ്പലങ്ങളിൽ പോകുകയോ അല്ലെങ്കിൽ ഫോട്ടോയുടെ മുമ്പിലോ വെച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഫലം കിട്ടും. ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. ഇത് ഭക്തിയോടെ ജപിച്ചാൽ തീർച്ചയായും ഫലം സിദ്ധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഒരു കുഞ്ഞറിവാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആർക്കും കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.